മഹബത്തില്ലാത്ത ഒരു വ്യക്തി എത്ര ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയാലും അവനിക്ക് ആ ഇബാദത്തിൽ മാധുര്യം ലഭിക്കൂല. അവനിക്ക് ആ ഇബാദത്തിലൂടെ അള്ളാഹുവിനെ എത്തിക്കാനോ റബ്ബിന്റെ അടുക്കൽ ഒരു കബൂലിയത്തിലെത്താനോ കഴിയില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി. കണ്ടില്ലേ നിങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഈമാൻ അത് വളരണമോ, ഞാൻ അവന്റെ മുന്നിൽ അവന്റെ മനസ്സിൽ മഹബത്തുള്ളവനായി മാറണം. എല്ലാറ്റിനേക്കാളും വാലിദ് അല്ല, ഉലുദു അല്ല, വന്നാസി അജ്മഈൻ, മുഴുവൻ വസ്തുവിനേക്കാളും മഹബത്തുണ്ടായിരിക്കണം. പറഞ്ഞില്ലേ, 1500-ാമത്തെ ജന്മദിനം നമുക്കൊരു പ്രത്യേക ഒരു ആനന്ദം തോന്നുകയാണ്. അതിനൊരു സാക്ഷിയാകാൻ, അല്ലെങ്കിൽ 1500-ാമത്തെ ജന്മദിനത്തിൻ്റെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അവസരം തരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പടിവാതിലിക്കലില്ല നമ്മളുള്ളത്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ 2000 അല്ലേ വരേണ്ടത്, അല്ലെങ്കിൽ 1600 അല്ലേ? ഞാൻ പറയുന്നത്, എല്ലാ സ്ഥലങ്ങളിലും 1500-ന്റെ വ്യത്യസ്തമായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർക്കുണ്ട് 1500-ന്റെ രീതിയിൽ അവർ പലതും കണ്ടുപിടിക്കുക. എന്ത് കണ്ടുപിടിച്ചാലും പ്രശ്നമില്ല, അത് മുഴുവനും മഹബ്ബത്ത് റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണോ, ഫലഹു അജ്റുൻ അളീം, വണ്ണമായ പ്രതിഫലമുണ്ട്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാർ മാത്രമല്ല പറഞ്ഞത്. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിൽ വഹാബികളുടെ നേതാവ് ഇബ്നു തൈമിയ പറഞ്ഞൊരു വചനമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഫലഹു അജ്റുൻ അളീം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിന്റെ പേരിൽ ഒരാള് സമ്മേളനമോ ആഘോഷ പരിപാടികളോ അങ്ങനെ എന്ത് നടത്തിയാലും അതിനിക്ക് വലിയ വണ്ണമായ പ്രതിഫലം ലഭിക്കുമെന്ന് ഇബ്നു തൈമിയ അവിടുത്തെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ നേതാക്കന്മാർ മുഴുവനും ഇജ്മാഅൻ വ ഇത്തിഫാഖൻ മുതവാത്തിറൻ, ഒരാളും അതിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഒരാൾ പോലും അതിന് ഒരു പിന്നോട്ടുള്ളൊരു വചനം പോലും പറഞ്ഞിട്ടില്ല. മഹബത്തിന്റെ മേഖലയിൽ എന്തും അതിൻ്റെ ബുർദ എന്ന ആ പരിശുദ്ധമായ കാവ്യവചനത്തിൻ്റെ ചില ഈരടികളിൽ നമ്മളോട് പറയുന്നുണ്ട്, വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫിൻ വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇൽമി. അവിടുത്തെ മദ്ഹ് എത്രയും നിങ്ങൾക്ക് ചേർത്തി പറയാം. അവിടുത്തേക്ക് എന്തെല്ലാം മദ്ഹുകൾ നിങ്ങളെ ബുദ്ധിയിൽ വരുന്നുണ്ടോ, എല്ലാം നിങ്ങളുടെ ഇൽമിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, എന്തും നിങ്ങൾക്ക് അവിടുത്തോട് ചേർത്തി പറയാം. കാരണം കുറഞ്ഞു പോകൂല. ഫഖൻ നബിയ്യീന ഫീ ഇൽമിൻ വലാ ഫഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുൽഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് വിഷയം എടുത്തു നോക്കിയാലും അതിന് മുകളിലാണ്. സ്വഭാവം എന്നൊരു വസ്തു, അല്ലെങ്കിൽ സ്വഭാവം എന്നൊരു കാര്യം എവിടെയെല്ലാം അല്ലാഹു തആല പഠിച്ചു വെച്ചിട്ടുണ്ടോ, എത്ര നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായ പ്രവാചകന്മാരടക്കമുള്ള ആളുകളുണ്ടോ, ഏതൊക്കെ വ്യക്തികളുണ്ടോ, ഏതൊക്കെ മഹാന്മാരുണ്ടോ, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, എല്ലാ സ്വഭാവത്തിൻ്റെയും മുകളിലാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഏത് വിഷയത്തിലും മുത്തുനബി തങ്ങൾ എത്രയോ മുകളിലാണ്. ഒന്ന് എന്ന് പറയാൻ
തൊട്ടടുത്ത് രണ്ടുണ്ടാകുമ്പോഴല്ലേ ഒന്ന് എന്ന് പറയേണ്ടതെങ്കിൽ അതുപോലെ ഒന്ന് എന്ന് പറയാൻ കഴിയൂല, അതിന് മുകളിലാണോ? കണ്ടില്ലേ നിങ്ങൾ? അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗക നൂർ അന്ത ഇക്സീറുൻ വഗാലി അന്ത മിസ്ബാഹുസ് സുദൂർ. മഹാന്മാർ അവിടുത്തെ മദ്ഹ് പറയുമ്പോൾ അന്ത ശംസുൻ, ഓ മുത്തുനബി തങ്ങളെ അങ്ങ് ശംസാണ്. ശംസാണെന്ന് പറയുമ്പോൾ സൂര്യനെ പോലെയാണെന്ന് എങ്ങനെയാ ഹബീബ തങ്ങളെ പറ്റി പറയുക? സൂര്യൻ എത്ര ന്യൂനതകളുണ്ട്. സൂര്യൻ്റെ അടുക്കൽ ആർക്കെങ്കിലും ചെല്ലാൻ പറ്റുമോ? സൂര്യൻ്റെ അടുക്കൽ ആർക്കെങ്കിലും അടുക്കാൻ പറ്റുമോ? കരിച്ചു കളിയില്ലേ? സൂര്യൻ എത്ര ന്യൂനതകളുണ്ട്. ഉടനെ അവർ പറയുന്നു അന്ത ബദുറോൻ, വെറും ഒരു സൂര്യനാണെന്ന് വിചാരിക്കുമ്പോൾ കരിച്ചു കളിയ എന്നുള്ള ആ ന്യൂനതയുള്ള സൂര്യൻ. അങ്ങനെ ചിന്തിക്കല്ല. അന്ത ബദുറോൻ, അങ്ങ് ബദറുമാണ്. സൂര്യനാണെന്ന് പറഞ്ഞ് മദ്ഹ് നിർത്തിയില്ല. കാരണം അതിൽ ഒരിക്കലും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ പൂർണ്ണമായി നമുക്കെങ്ങനെ ഉൾപ്പെടുത്താൻ കഴിയും? അതിനും എത്രയോ മുകളിലാണ്. അപ്പോഴാണ് അന്ത ബദ്റുൻ, സൂര്യനെയും ചന്ദ്രനെയും ഉൾപ്പെടുത്താൻ പറ്റുമോ? എന്തെല്ലാം ന്യൂനതകളുണ്ട്. ഒന്നുദിച്ചാൽ അത് അസ്തമിക്കുന്നതാണ്. ഹബീബായ തങ്ങൾക്ക് എവിടെ അസ്തമയം? അവിടുത്തെ ഹയാത്തും അവിടുത്തെ മമാത്തും ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിന് ഖൈറായി വന്നിട്ടുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും, എല്ലാവർക്കും, ജീവജാലങ്ങൾക്കും, ഏതെല്ലാം വസ്തുക്കളുണ്ടോ, മലക്കുകൾക്കും ജിന്നുകൾക്കും ഇൻസുകൾക്കും എല്ലാറ്റിനും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യമാണ്, റഹ്മത്താ. കണ്ടില്ലേ? അന്ത ശംസുൻ അന്ത ബദറുൻ പറഞ്ഞു നിർത്തിയില്ല. അതൊരു പ്രകാശത്തിന്റെ ഉപമയാണോ പറയുന്നത്? അന്ത നൂറുൻ ഫൗക നൂർ, അങ്ങ് നൂറാണ്, അങ്ങ് നൂറാണ്. മലയാളത്തിന് അർത്ഥം വെക്കാൻ കഴിയൂല. കാരണം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി പ്രയോഗിക്കുന്ന ചില അറബി വചനങ്ങൾക്ക് മലയാളത്തിൽ വെച്ചാൽ അതൊരിക്കലും അത് സൂട്ടബിൾ അല്ല. അതതിന് ഫിറ്റായി കിട്ടൂല. കാരണം അന്ത നൂറുൻ, അങ്ങ് നൂറാ. അത് പറഞ്ഞു നിർത്തിയില്ല. ഫൗക നൂർ, നൂർ എന്ന് പറഞ്ഞാൽ ഹബീബ തങ്ങളെ മുന്നിൽ നൂർ ഒന്നുമല്ല. അതുകൊണ്ടാ ഫൗക നൂർ, നൂറിനും മുകളിലാണ് നബിയേ. ഒരു മഹാന്മാരും ഒരു മദ്ഹ് പറഞ്ഞ് ഇതുവരെയാണ് കേട്ടോ മുത്തുനബി തങ്ങളെ മദ്ഹ് എന്ന് പറഞ്ഞിട്ട് ലോകത്തൊരു ചരിത്രകാരന്മാരും ഒരു മാധ്യമം ഒരു പണ്ഡിതനും മദ്ഹ് പറഞ്ഞ് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എങ്ങനെ കഴിയും? ഒരിക്കലും കഴിയൂല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ സൃഷ്ടികളിൽ ഒന്നാമനായി അല്ലാഹു സുബ്ഹാനഹു തആല വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതായി നമ്മൾ പറയാറില്ലേ, അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ, ഉലുൽ അസ്മീങ്ങളുടെ കൂട്ടത്തിൽ, മുർസലീങ്ങളുടെ കൂട്ടത്തിൽ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. എന്നാൽ അടുത്തുള്ള ഒന്ന് രണ്ടാമനാണോ? അല്ല. وكلهم من رسول الله ملتمس غرفا من البحر أو رشفا من الديم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. എല്ലാ അമ്പിയാക്കന്മാർക്ക് ലഭിച്ച ഇൽമും, എല്ലാ അമ്പിയാക്കന്മാർക്ക് ലഭിച്ച നൂറും, എല്ലാ അമ്പിയാക്കന്മാർക്ക് ലഭിച്ച നുബുവത്തും, എല്ലാ അമ്പിയാക്കന്മാർക്ക് ലഭിച്ച മഅരിഫത്തും, എല്ലാ അമ്പിയാക്കന്മാർക്ക് ലഭിച്ച സകലമാന നിഅമത്തുകളും വകുല്ലുഹും മിർ റസൂലില്ലാഹ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാ, മുത്തുനബി തങ്ങളിൽ നിന്നാണ് ലോകത്തെ മുഴുവൻ അമ്പിയാക്കന്മാർക്കും അല്ലാഹു തആല വിതരണം ചെയ്തിട്ടുള്ളത്. എങ്ങനെയാ? ഗർഫം മിനൽ ബഹരി ഔ റസ്ഫം മിനദ്ദിയമി. വലിയ സമുദ്രത്തിൽ നിന്നൊരു കോരിയെടുത്താൽ എത്രയുണ്ടെൻ്റെ മുഅ്മിനേ, അതുപോലെയാണ് അമ്പിയാക്കന്മാർക്ക് ലഭിച്ചിട്ടുള്ളൂ. എങ്കിൽ സമുദ്രം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ആ
സമുദ്രത്തിൽ നിന്നും ഒരു കോരിയെടുത്തിട്ടാ ഈ പ്രവാചകന്മാർക്ക് കൊടുത്തതെങ്കിൽ ഹബീബായ തങ്ങളുടെ ഇൽമത്തറേ, അവിടുത്തെ മഹബത്തത്തറേ, അവിടുത്തെ ഇഷ്കത്തറേ, അവിടുത്തെ മാരിഫത്തത്തറേ, ലോകത്തെ ഒരു ബുദ്ധിമാനിക്കും ചിന്തിക്ക് എത്തിക്കാൻ പറ്റൂല. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. എല്ലാ വീടുകളിൽ നിന്നും ചെല്ലുന്ന ഈ ആക്രമ ബൈത്തിൽ നമ്മളൊക്കെ ചെല്ലാറില്ലേ? മരിച്ച വീട്ടിൽ നിന്ന് നമ്മൾ മൗലിദ് ഓതുമ്പോൾ തുടക്കം ഈ ആക്രമ ചെല്ലാറുണ്ട്. അതിൽ കണ്ടില്ലേ? ഫഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ലോകത്തെ എല്ലാ വ്യക്തികളുടെയും സകലമാന ഡീറ്റെയിലുകളും രേഖപ്പെടുത്തിയ ലൗഹുൽ മഹ്ഫൂസ്, ആ ലൗഹുൽ മഹ്ഫൂസിൽ നിക്ഷേപിച്ച മുഴുവൻ ഇൽമും മുഴുവൻ കാര്യങ്ങളും ഹബീബായ തങ്ങളുടെ ഇൽമിൽ നിന്ന് കുറച്ചാണ് കേട്ടോ. അതിലും എത്രയോ അധികം ശേഖരമുള്ള ഒരു ആൾ ഈ ലോകത്തുണ്ടെങ്കിൽ അത് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലൗഹുൽ മഹ്ഫൂസിലെ ഇൽമ് ഹബീബായ തങ്ങളിൽ നിന്ന് കുറച്ചാണ്. അതിനേക്കാൾ എത്രയോ ഉണ്ട്. വമാ യന്തിഖു അനിൽ ഹവാ, മുത്ത് ഹബീബിന്റെ സംസാരം എങ്ങനെയാ ഖുർആനിൽ പറയുന്നില്ലേ? അവിടുത്തെ സംസാരം അത് സാധാരണക്കാരുടെ സംസാരം പോലെയല്ല. നമ്മളൊക്കെ ബുദ്ധി കൊണ്ട് സംസാരിക്കും, അഭിപ്രായങ്ങൾ കേട്ട് മാറ്റിമറിയും, ഒന്ന് കേട്ടാൽ തിരിച്ചും മറിയും സംസാരിക്കും. ഇല്ല ഇല്ല, ഹബീബായ തങ്ങൾക്ക് അങ്ങനെയില്ല. വമാ യന്തിഖു അനിൽ ഹവാ, സ്വന്തമായൊരു സ്വയച്ചയെ തൊട്ട് സ്വന്തമായ ഇച്ഛക്കനുസരിച്ചു സംസാരിക്കുന്ന ആളല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. തീർച്ചയായും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം അത് അള്ളാഹുവിൽ നിന്നുള്ള വഹി മുഖേനയാ. മുത്തുനബി തങ്ങൾ ചിരിച്ചോ, അതിലൊരു ശറഇന്റെ നിയമമുണ്ട്. ഹബീബായ തങ്ങളൊന്ന് മൂളിയോ, അതിലൊരു നിയമമുണ്ട്. തങ്ങളൊന്ന് സംസാരിച്ചോ, അതിലെല്ലാം ദീനിന്റെ നിയമങ്ങളുണ്ട്. തങ്ങളും ഉണ്ടാതിരുന്നോ, അതിലും ദീനിന്റെ നിയമങ്ങളുണ്ട്. തങ്ങളൊന്ന് നടന്നു പോയോ, അതിലും ദീനിന്റെ നിയമങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് തല താറ്റിയോ, അവിടെയും സഹാബത്ത് പിന്തുടരാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ പോലത്തെ മഹാന്മാർ ഹബീബായ തങ്ങള് ഒരു സ്ഥലത്ത് നിന്ന്, ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നു പോയത് എത്ര ചവിട്ടടി കൊണ്ടാ. ആ ചവിട്ടടി കൊണ്ട് അതുപോലെ അതേ സ്ഥലത്ത് നിന്നും നടന്ന് വീട്ടിലേക്ക് എത്താൻ ശ്രമിക്കുന്ന സ്വഹാബ. ഇത്തിബാ, എത്ര വലിയ ഇത്തിബാ നടത്തിയ സ്വഹാബത്തിങ്ങളാം. ഹബീബായ തങ്ങളുടെ ജീവിതത്തിൻ്റെ കാൽപാദങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളും സംസാരങ്ങളും എന്തിനേറെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളു എടുത്ത വെള്ളം ഭൂമിയിലേക്ക് ഒറ്റി വീഴാൻ സമ്മതിച്ചിട്ടില്ല. കാരണം അതിന് തിക്കും തിരക്കും കൂട്ടി അത് വാരിക്കോരിയെടുത്ത് ശരീരത്തിൽ പരട്ടിയ സ്വഹാബാ. അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. അതേ, അവരുടെ നക്ഷത്ര തുല്യരായ മുത്തുമണികളാ. അവരാരെ നിങ്ങൾ പിന്തുടർന്നോ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കവാടം ഉറപ്പാ. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും വിജയിച്ചത് തങ്ങളെ സ്നേഹിച്ചു തന്നെ. മുത്തുനബി തങ്ങളെ സ്നേഹിച്ചില്ല. അബൂജഹൽ നരകത്തിൽ പോയി, ഉത്ബത്ത് നരകത്തിൽ പോയി, ശൈബത്ത് നരകത്തിൽ പോയി. ഹബീബായ തങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന് ഒരാൾ അംഗീകരിച്ചിട്ട് കാര്യമില്ല. ഒരാളില്ല ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ വന്ന് ചൊല്ലി, കോടിക്കണക്കിന് തവണ ചൊല്ലി, ഞാൻ അതിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ റബ്ബ് പറയുന്നു, നിനക്ക് ഈമാൻ തരൂല, ഇസ്ലാമിലെ സർട്ടിഫിക്കറ്റ് തരൂല, മുസ്ലിമാണെന്ന് നിന്നെ പറ്റി പറയാൻ ശറയിൽ നിയമമില്ല. എന്തേ?
ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാ. അവൻ ഏകനാ, അവൻ സമദാ, അവൻ ഹയ്യാൻ, അവൻ ഖയ്യൂമാ, എല്ലാ സിഫത്തുകളും അംഗീകരിച്ചു. പക്ഷേ മനുഷ്യന് ഈമാനിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. വഹുവ മിൻ അഹ്ലിൻ നാർ, അവൻ നരകത്തിലേക്ക് തന്നെ. എന്തേ കാരണം? അവൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും ഇതേ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് സാക്ഷ്യപ്പെടുത്താത്ത കാലത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവനിക്ക് റബ്ബ് സർട്ടിഫിക്കറ്റ് കൊടുക്കൂല. നോക്ക് നിങ്ങൾ, ഇസ്ലാമിൻ്റെ നിയമം അള്ളാഹുവിനെ മതി, അള്ളാഹുവിലേക്ക് ചെന്നാൽ മതി, അള്ളാഹു പോരെ എന്ന് പറയുന്നവരോട് പറയുന്നു, മുത്തുനബി തങ്ങളിലൂടെയുള്ള അള്ളാഹുവിലേക്ക് നമ്മൾ എത്തണം. ഹബീബായ തങ്ങളിലൂടെയുള്ള റബ്ബിനെ നമ്മൾ തേടണം. എല്ലാതെ റബ്ബിനെ തേടുന്നവനിക്ക് അള്ളാഹുവിനെ കിട്ടൂല. അള്ളാഹു തആല തന്നെ നമുക്കിത് പഠിപ്പിച്ചതാ. സുബ്ഹാനല്ലാഹ്. പിന്നെങ്ങനെയാ നമ്മുടെ ജീവിതത്തിൽ ഹബീബായ തങ്ങളോട് മഹബത്ത് വെക്കാതിരിക്കും? വെക്കാത്തവനുണ്ടോ അവൻ്റെ ഈമാന് വളരൂല. ഹബീബായ തങ്ങളോട് മഹബത്ത് അത് വാട്സപ്പിൽ ഇങ്ങനെ സ്റ്റാറ്റസ് വെക്കൽ കൊണ്ടാണോ? എൻ്റെ ഉമ്മമാരെ, ചിലരുണ്ട് ദിവസവും ഇതിങ്ങനെ വെക്കുക എന്നുള്ളത് തൊഴിലാണ്. എന്നാലോ ആ ഉമ്മമാരും പെങ്ങന്മാരും ഹബീബായ തങ്ങളെ പേരിൽ 1000 സ്വലാത്ത് ചെല്ലാൻ അവർ മുന്നോട്ട് വരുന്നില്ല. മുന്നോട്ട് അവർക്ക് വരാൻ കഴിയുന്നില്ല. അഖ്റബുക്കും ഇലയ്യ അക്സറുക്കും അലയ്യ സ്വലാ ശഫീഉനാ റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്നിലേക്ക് അടുക്കണമോ, എന്നിലേക്ക് അടുക്കണമോ, അക്സറുക്കും അലയ്യ അക്സറുക്കും അലയ്യ സ്വലാ, എൻ്റെ പേരിൽ ഏറ്റവും അധികം സ്വലാത്ത് ചെല്ലുന്നവർക്ക് അവരാണ് എന്നിലേക്ക് അടുക്കുക. കണ്ടില്ലേ സ്വഹാബത്തീങ്ങൾ? ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്തിറങ്ങിയ സ്ഥലം ഇന്നുമില്ലേ ഒരു മസ്ജിദായി മദീനയിൽ. ബഹുമാനപ്പെട്ട അബൂദറുൽ ഗിഫാരി റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു സഹാബിയുടെ പേരിൽ മസ്ജിദ് അബൂദറുൽ ഗിഫാരി എന്ന പേരിൽ ഒരു പള്ളി കാണാം. ഇന്നും അവിടെ അതിൻ്റെ ഒരു സ്മരണമായി സൗദിയിൽ ഒരു പള്ളി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ആ പള്ളിയിൽ നിന്നാണ്, ആ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഈ ആയത്തിറങ്ങിയിട്ടുള്ളത്. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. 6000 ചില്ലാനം ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ ഉണ്ടായിട്ടും ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി പറഞ്ഞ ഈ ഒരു ശൈലിയിൽ ദീനുൽ ഇസ്ലാമിലൊരു നിയമം അല്ലാഹു കൊണ്ടുവന്നിട്ടില്ല. ഒരു ഇബാദത്തും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നമ്മളോടങ്ങനെ അല്ലാഹു ഇങ്ങനെ ഈ രൂപത്തിൽ പറഞ്ഞ രീതിയിൽ മറ്റൊന്നും നമ്മളോട് കൽപ്പിച്ചത് കാണാനില്ല. അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അല്ലാഹു തആലയും മലക്കുകളും ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. അതെങ്ങനെ നമ്മൾ അറിയില്ല. അത് അവൻ്റെതായ രീതിയിൽ അവൻ ചൊല്ലുന്നു, മലക്കുകളുടേതായ ശൈലിയിൽ അവൻ ചൊല്ലുന്നു. പണ്ഡിതന്മാർ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, ഞാനും എൻ്റെ മലായികത്തും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, ഈമാനുള്ളവരെ, ഈമാനുണ്ടോ? ഈമാനുണ്ടോ? ഈമാനില്ലാതെ സ്വർഗമില്ല, ഈമാനില്ലാതെ റബ്ബിനെ കിട്ടൂല, ഈമാനില്ലാതെ മാസറിയിൽ രക്ഷപ്പെടൂല, ഈമാനില്ലാതെ മുങ്കർ നക്കീറിന്റെ ചോദ്യത്തിൽ നിന്നും ഉത്തരം പറയാൻ കഴിയൂല. ഈമാനില്ലാത്തവനിക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. അതുകൊണ്ട് ഈമാനുള്ളവര് സ്വല്ലു സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ, ചൊല്ലണം സലാത്ത്, ചൊല്ലണം സലാത്ത്. വകാല അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലത്തെ വലിയ വലിയ പടുകൂറ്റൻ പണ്ഡിതന്മാർ പറയുന്നു, മുത്തുനബി തങ്ങളുടെ പേരുള്ള സ്വലാത്ത് കൊണ്ടുള്ള അർത്ഥം ഹുവസ്സനാഉ അലൈഹി, ഹബീബായ തങ്ങളെ പറ്റിയുള്ള മുഴുവൻ മദ്ഹുകളും അത് അവിടുത്തോടുള്ള സ്വലാത്താ. ഫഅലമൂ ഉമ്മത സയ്യിദനാ മുഹമ്മദ്, അവിടുത്തോടുള്ള ഏത് മദ്ഹും സ്വലാത്താണ്. അവിടുത്തോടുള്ള എല്ലാ സനാഇന്റെ മുഴുവൻ വഴികളും സ്വലാത്താ. ഇവിടെയാണ് മുഅ്മിനീങ്ങളെ മഹാന്മാർ പറയുന്നു,
റബീഉൽ അവ്വൽ വരുമ്പോൾ അതാ ലൈറ്റുകൾ കത്തിക്കുന്നു, മിന്നുന്ന വർണ്ണ ലൈറ്റുകൾ കത്തിക്കുന്നു. തങ്ങളെ പേരിൽ അവിടുത്തോടുള്ള സന്തോഷ പ്രകടനം എങ്ങനെയെല്ലാം നമുക്ക് സന്തോഷത്തോടെ കഴിക്കാൻ കഴിയുമോ അതെല്ലാ മേഖലയിലും കഴിക്കണം. എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, 1500ാമത്തെ ജന്മദിനമല്ലേ നമ്മളെ മുന്നിൽ വരുന്നത്. കഴിയുന്നവർ തീരുമാനിച്ചോളൂ. പലതും ഞാൻ കുറേ കാര്യം പറയാം, എൻ്റെ ഓർമ്മയിലും ബുദ്ധിയിലുമുള്ളത് പറയാം, നിങ്ങൾക്കെല്ലാത്തതും തിരഞ്ഞെടുക്കാം. ഞാൻ റബീഉൽ അവ്വൽ 1 മുതൽ റബീഉൽ അവ്വൽ 30 വരെ 1500 സ്വലാത്ത് വിടാതെ ഞാൻ ചൊല്ലും എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി ഒന്നും കൂടി കുർബുള്ളവനാണോ, ഞാൻ 1500 സ്വലാത്ത് മദീന കൊള്ള തിരിഞ്ഞിരുന്നു കൊണ്ട് ഒതുവോടുകൂടി ചെല്ലാൻ ഞാൻ ഈ റബീഉൽ അവ്വൽ തീരുമാനിക്കുന്നു. അത് മഹബത്തിൻ്റെ ഒരു അടയാളമാ. ഞാൻ കുറേ പറയുന്നു എന്നേ ഉള്ളൂ. ഇത് ചെയ്യണമെന്നുള്ള വുജൂബിയത്തിൻ്റെ റൂട്ടല്ല, മഹബത്തിൻ്റെ റൂട്ടാ. ഇനി അല്ല 1500 സ്വലാത്ത് ഞാൻ ചൊല്ലും. അതേ ഒരുപാട് സ്വലാത്തിൻ്റെ പവറുകൾ പറഞ്ഞ ധാരാളം സ്വലാത്തുകളുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തികൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. ഈ സ്വലാത്താണോ ഇത് ഞാൻ 1500 വട്ടം സ്പെഷ്യലായി മുത്തുനബി തങ്ങളുടെ പേരിൽ ചൊല്ലും. എല്ലാ സ്വലാത്തു താജുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് സാഹിബി താജ് വൽ മിഅറാജ് വൽ ബുറാഖി വൽ അലം ദാഫിഉൽ ബലായി വൽ വബായി വൽ ഖഹതി വൽ മറദി വൽ അലം ഇസ്മുഹു മക്തൂബൻ മർഫൂൻ മശ്ഫൂൻ മൻഖൂസുൻ ഫിൽ ലൗഹി വൽ ഖലം സയ്യിദുൽ അറബി വൽ അജം ജിസ്മുഹു മുഖദ്ദസുൻ മുഅത്തർ മുതഹഹർ മുനവ്വർ ഫിൽ ബൈത്തി വൽ ഹറം ശംസിൽ ളുഹാ ബദ്രിദ് ദുജാ صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه قاب قوسين مطلوبه والمطلوب مقصود والمقصود موجود والمقصود موجود سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة للعاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم محمد بن عبد الله يا أيها المشتاقون بنور جماله صلوا عليه وآله وأصحابه وسلموا تسليما. എത്ര പവറുള്ള സലാത്താ ഞാനിവിടെ ചൊല്ലിയത്. നമുക്ക് അവസാനം ദുആ ചെയ്യുമ്പോൾ ഇജാബത്ത് കിട്ടാൻ കൂടിയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സ് അത് ഇജാബത്തുള്ള സദസ്സാക്കി തരണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ഇത് ഓൺലൈനിലായി മറ്റും കേൾക്കുന്നുണ്ടോ റബ്ബേ. ഇതിൽ മഹബത്തോടുകൂടി പങ്കെടുക്കുന്നവർ, ഇതിൽ മഹബത്തോടുകൂടി സന്നിധരായവർ, നീ അവർക്കും ഞങ്ങളെ മജ്ലിസിൻ്റെ സവാബ് നീ നൽകണം റഹ്മാനെ. ഇങ്ങനെയുള്ള സ്വലാത്ത് 1500 ചൊല്ലുമെന്ന് തീരുമാനിക്കൂ നിങ്ങൾ. 1500 നിങ്ങൾക്ക് മുൻപെടുക്കാം. ബഹുമാനപ്പെട്ട താജുൽ ഔലിയ, ഔലിയാക്കന്മാരുടെ കിരീടം വെച്ച വലിയ മഹാൻ, അഖ്താബു സിത്തയിലെ ഉന്നത നേതാവ് ബഹുമാനപ്പെട്ട അഹ്മദുൽ ബദവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചൊല്ലിയ സ്വലാത്തില്ലേ, അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരിൽ അൻവാർ വസിറിൽ അസ്റാർ വത്രിയാഖിൽ അഗ്യാർ വമിഫ്താഹി ബാബിൽ യസാർ സയ്യിദനാ മുഹമ്മദിൽ മുഖ്താർ വആലിഹിൽ അത്ഹാർ വഅസ്ഹാബിഹിൽ അഖ്യാർ അദദ നിഅമില്ലാഹി വഅസ്ഹാബിഹിൽ അഖ്യാർ അദദ നിഅമില്ലാഹി വഇഫ്ളാലി. എന്ത് നല്ല സ്വലാത്താണ്, ഇത്ര വലിയ പവറാണ്. എന്തെല്ലാം സ്വലാത്തുകളുണ്ട്. ഒരു 33 വട്ടം ഒരു സ്വലാത്ത് നിങ്ങൾ ദിവസം ചൊല്ലിയാൽ, ഒരു 33 വട്ടം ചൊല്ലിയാൽ നിങ്ങളുടെ ഖബറിൽ നിന്ന്, ഏത് ഖബറിൽ നമ്മൾ കടന്നാലും ആ ഖബറിൽ നിന്നും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് നേരൊരു ഡോറ്, ഒരു മിഫ്താഹ്, ഒരു ബാബ്, ഒരു കവാടം തുറന്നു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തുകളിൽ ഒരു പവറുള്ളൊരു സ്വലാത്തില്ലേ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തകൂന ലക റിളാഅൻ വലിഹഖിഹി അദാ. എത്ര ചെറിയ സ്വലാത്താണത്.
اللهم صل وسلم وبارك على سيدنا മുഹമ്മദ് صلاة تكون لك رضاء ولحقه أداء. ഇതേ ഉള്ളൂ. ഇത് 33 വട്ടം ചൊല്ലിയാൽ തന്നെ നിങ്ങളെ ഖബറിൽ നിന്നും മദീനയിലേക്ക് ഒരു കവാടം തുറന്നു വരുമല്ലേ മഹാന്മാർ എഴുതി വെച്ചത്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 6 ലക്ഷം സ്വലാത്ത് കിട്ടുന്നില്ലേ? സ്വലാത്തു സഅദ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ലാ. ഇങ്ങനെ എത്ര സ്വലാത്തുകൾ, ഹബീബായ തങ്ങളെ കാണാൻ പറ്റുന്ന സ്വലാത്തുകൾ എത്രേ. മുത്ത് ഹബീബിന്റെ പേരിൽ ഒരുപാട് എല്ലാ മഹാന്മാരും സ്വലാത്ത് ചൊല്ലിയില്ലേ. നമ്മുടെ നേതാവ് അജ്മീർ ഖജാ തങ്ങൾ ഇന്ത്യയുടെ സുൽത്താനല്ലേ, അഖ്താബു സിത്തയിലെ രാജാക്കന്മാരിൽപ്പെട്ട ആളല്ലേ, മഹാനവറുകൾ ചൊല്ലിയില്ലേ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ തുഹിബ്ബു വതർലാ ബി അൻ തുസല്ലി അലൈഹി. ഇത് ബഹുമാനപ്പെട്ടവരുടെ സ്വലാത്തല്ലേ, സ്വലാത്തുൽ ചിസ്തിയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വലാത്താണിത്, സ്വലാത്തുൽ ചിസ്തിയ്യ. അങ്ങനെ എല്ലാ മഹാന്മാർക്കുമുണ്ട് സ്വലാത്ത്. ഔസുൽ-ആലമിന്റെ പേരില്ലേ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്നും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരു സ്വലാത്തുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ഹംരിയ ബൈത്തിന്റെ തുടക്കത്തിൽ ആ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് സാധാരണ തുടങ്ങാറുള്ളത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് മഅദിനിൽ ജൂദി വൽ കറം വമൻബഇൽ ഇൽമി വൽ ഹിൽമി വൽ ഹികം വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇതാണ് ഈ സ്വലാത്ത്, സ്വലാത്തുൽ ഗൗസിയ്യ, ഗൗസുൽ ആലമിലേക്ക് ചേർത്തിയ സ്വലാത്ത്. ഇതൊക്കെ ഏത് പവറുള്ള സ്വലാത്തുകളാ. ഞാൻ എൻ്റെ ഓർമ്മയുള്ളത് കുറച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനല്ല ഏതെങ്കിലും ഒരു സ്വലാത്ത് മുത്തുനബി തങ്ങളോടുള്ള മഹബത്തിന്റെ പേരിൽ ചെറുതാണെങ്കിൽ ദിവസവും 1500, കുറച്ച് വലുതാണെങ്കിൽ ആ മാസത്തിൽ 1500. എന്നാൽ തീർന്നോ എൻ്റെ മുഅ്മിനീങ്ങളെ? ചിലരോ എന്നാൽ ഇതൊന്നും വേണ്ട പോലെ കഴിയാത്തവർ എന്നാൽ 1500 ബൾബ് ഞാൻ എൻ്റെ വീട്ടിൽ കത്തിക്കുന്നതാ. അതിന് വലിയ പണിയുണ്ടോ? അല്ലേ പള്ളിയിൽ 1500 ബൾബ് ഞാൻ കത്തിക്കാൻ എവിടെയെങ്കിലും ഒരു സ്ഥാനം കണ്ടെത്തും. കത്തിക്കുന്ന സ്ഥലത്ത് അവർ 1500 ബൾബ് എന്നെ കൊണ്ട് ഞാൻ കത്തിക്കും. ഇപ്പൊ ഒരു ലൈറ്റ് വാങ്ങി, LED ലൈറ്റ് വാങ്ങിയാൽ 50 ബൾബ് ചുരുങ്ങിയതുണ്ടാകും, 50 ബൾബ് ഒന്നിൽ തന്നെ ഉണ്ടാകും. അങ്ങനത്തെ ഒരു 30 വാങ്ങിയാൽ 1500 ബൾബായില്ലേ? ആ നമ്മുടെ വീടുകളിലൊക്കെ ലൈറ്റ് കത്തണം, മിന്നുന്ന ലൈറ്റ് കത്തണം, വർണ്ണ ലൈറ്റുകൾ കത്തണം. മഹാന്മാർ അത് വലിയ പുണ്യമായും മഹബത്തായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിലൊക്കെ അത് കത്തണം. ഉമ്മറപ്പടിയിൽ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് റബീഉൽ അവ്വൽ 30 വരെ ഹബീബായ തങ്ങളോടുള്ള മഹബത്തിൻ്റെ പേരിൽ ഈ വർണ്ണ ലൈറ്റ് കത്തട്ടെ. അതൊരു മഹബത്തിൻ്റെ ഭാഗമായി അത് കത്തുന്തോറും ഒരു സ്വലാത്തിൻ്റെ പുണ്യം പോലെ നമുക്ക് അല്ലാഹു തആല നമ്മുടെ ഏടിൽ ഇങ്ങനെ എഴുതുകയാ. ഓരോ മിന്നലിനും ഇങ്ങനെ കൂലി എഴുതുകയാണെങ്കിൽ എത്ര കൂലി നമുക്ക് കിട്ടും? നമ്മൾ കിടന്നുറങ്ങുമ്പോഴും ആ ലൈറ്റ് മിന്നുന്നത് ഹബീബായ തങ്ങളോടുള്ള മഹബത്തിൻ്റെ പേരിലാണോ? ഫലഹു അജ്റുൻ അദീം. അത് വല്ലാത്ത പ്രതിഫലമുള്ളതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകൂല, അത് നഷ്ടമായി കാണണ്ട, ആ സമ്പത്ത് നഷ്ടമായി കാണണ്ട. ഉമ്മമാരെ, നമുക്കത് ചെയ്യാൻ കഴിയണം. ഇനി അങ്ങനെ ഫിറ്റ് ചെയ്യുന്നവരും കത്തിക്കുന്നവരോടും പറയട്ടെ, ഒരു മഹബത്തിൻ്റെ പേരിലാ പറയുന്നതും. അതിനുവേണ്ടി നിങ്ങൾ വൈകുന്നേരം സ്വിച്ച് ഇടുന്ന സമയത്ത് അങ്ങ് ഏതെങ്കിലും ഒരു കോലത്ത് പോയി അങ്ങ് സ്വിച്ച് ഇടല്ല വേണ്ടത്. ഹബീബായ തങ്ങളുടെ മഹബത്തിൻ്റെ പ്രകടനത്തിൻ്റെ ലൈറ്റാണ് കത്തിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദിനോടനുബന്ധിച്ചുകൊണ്ട് വർണ്ണലൈറ്റ് കത്തിക്കാനുള്ള സ്വിച്ചാണ്. ആ സ്വിച്ച് ഇടുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് പോയി ഒരു ബിസ്മി ചൊല്ലും, ഒരു സ്വലാത്ത് ചൊല്ലും. എന്നിട്ട് നിങ്ങൾ ആ സ്വിച്ച് ഒന്ന് ഓണാക്ക്. അങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഓണാക്കിയിട്ട് ആ ലൈറ്റ് അങ്ങ് കത്തട്ടെ. അത് രാവിലെ വരെ കത്തുന്നത് സ്വലാത്തിൻ്റെ പ്രതിഫലമായി നിങ്ങൾ ഏടുകളിലേക്ക് വരട്ടെ. അത് അല്ലാഹു സുബ്ഹാനഹു തആല മഹബത്തിൻ്റെ വലിയൊരു വളർച്ചയ്ക്കുള്ള കാരണമായി ആ വർണ്ണ ലൈറ്റിൻ്റെ കത്തല് അത് നമുക്ക് അല്ലാഹു തആല ആക്കിത്തരട്ടെ. ഉമ്മമാരോട് പറയുന്നു, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാ. ഈ റബീഉൽ അവ്വൽ നമ്മൾ 1500 എന്തെല്ലാം കഴിയുമോ നമ്മളത് ചെയ്യണം. അൽഹംദുലില്ലാഹ്, ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇവിടെ എന്താണ് 1500ൻ്റെ പ്രത്യേകത? 1500 കിലോ കൊടുക്കണം ഇപ്പം ഇങ്ങനെ പറഞ്ഞു കാതിർക്കാം. അത് നല്ലൊരു തീരുമാനമാണ്. പക്ഷെ അത് 1500 ഇവിടുന്ന് കൊടുക്കുന്നതാണ്.
എന്നാൽ അതിലേക്ക് ഒരുപാട് സംഖ്യ ചെലവ് വരുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞു എന്നോട് 1500 രൂപ തരാൻ പറ്റുന്ന മുഅ്മിനീങ്ങളുണ്ടോ? ഈ പ്രഭാഷണം കേൾക്കുന്നവരുണ്ടോ? ഈ മഹല്ലിൻ്റെ നിവാസികളുണ്ടോ? ഈ പള്ളിയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് ആഘോഷത്തിന് വേണ്ടി ഈ കഴിക്കുന്ന പരിപാടികൾക്ക് 1500 രൂപ കൊടുക്കാൻ തയ്യാറുണ്ടോ? അതൊരു മഹബത്തിൻ്റെ ഭാഗമാ. അല്ലാഹുവേ, നീ അത് കബൂൽ ചെയ്യണം റഹ്മാനേ. അതൊരു ചലഞ്ച്, അല്ലെങ്കിലും ഒരു ചലഞ്ച് എന്ന് നമുക്ക് പറയാം. എൻ്റെ ഉമ്മമാരെ, നമ്മുടെ പള്ളിയിലേക്ക് 1500 രൂപ സദക്ക ചെയ്യുന്നു. അത് ഹബീബായ തങ്ങളോടുള്ളൊരു മഹബത്തിൻ്റെ റൂട്ട്. നമ്മൾ അതിന് കരുതിയാൽ പള്ളിയിലേക്കാണെങ്കിൽ ഒന്നും കൂടി ഉഷാറായി വിശാലമായി ചെലവഴിക്കാം. നബിദിനത്തിന് തന്നാൽ പിന്നെ അതേ പറ്റൂ, ബാക്കിയുള്ളത് അടുത്ത നബിദിനത്തിന് എടുക്കേണ്ടി വരും. പള്ളിയിലേക്കായാൽ എല്ലാ വിഷയത്തിനും നമുക്ക് പള്ളിയുടെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാം. വകുപ്പ് മാറ്റി ചെലവഴിക്കാൻ പറ്റൂലല്ലോ, ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയല്ലേ. ഒരു സംഗതിക്ക് കിട്ടിയാൽ അതിനെ പറ്റൂ. സലാത്തിൻ്റെ പൈസ സലാത്തിന്, അത് അതിനുമായി ബന്ധപ്പെട്ടതിന് മാത്രം. അല്ലെങ്കിൽ അതാതെ തീരുമാനിക്കുന്നു, സലാത്തിൻ്റെ ക്യാഷ് ഞാൻ ഇന്നെല്ലാം ഇവിടെ എടുക്കാറുണ്ട്. ഉറുഫ് അങ്ങനെയാണ്. അങ്ങനെയൊക്കെയല്ലേ ഇസ്ലാമിൻ്റെ നിയമം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, അങ്ങനെ നമുക്കെന്താണോ കഴിയുന്നത് നമുക്ക് സ്വതക്ക കൊണ്ടും നമ്മൾ മുന്നിൽ വരണം. ഹബീബ തങ്ങളോടുള്ള മഹബത്തിൽ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വതക്ക ചെയ്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ മുഴുവനും സമർപ്പിച്ച മഹാന്മാരാ. സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം ഹബീബായ തങ്ങൾക്ക് സമർപ്പിച്ച മഹാനല്ലേ. ആ ഒരൊറ്റ കാരണമല്ലേ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഈ ഉമ്മത്തിലെ 1-ാം നമ്പറായി മാറിയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാം സമർപ്പിച്ചു. ജീവിതം സമർപ്പിച്ചു, സമ്പത്ത് സമർപ്പിച്ചു, എല്ലാ നിമിഷവും സമീനോ സമാൻ തുമാരേ ലിയേ മക്കീനോ മക്കാൻ തുമാരേ ലിയേ. ബഹുമാനപ്പെട്ട അഹമ്മദ് റസാ ഖാൻ ബറേൽവി തങ്ങളുപ്പാപ്പ, ബഹുമാനപ്പെട്ടവർ ഹബീബായ തങ്ങൾ ഞാൻ മഅ്ശറിയിൽ വെച്ച് കണ്ടാൽ മുത്ത് ഹബീബിന്റെ മുന്നിൽ വെച്ച് ഞാൻ എന്ത് പാടും? ഒരു മുരീദ് ചോദിച്ച് നിങ്ങൾ എന്ത് പാടും? അത് വല്ലാത്തൊരു ചോദ്യമായി പോയി. എല്ലാ ദിവസവും ഹബീബായ തങ്ങളുടെ മദ്ഹ് എഴുതാതെ ഉറങ്ങാറില്ല. അങ്ങനത്തെ ഒരു ജീവിതം നയിച്ചപ്പോ ആ മഹാൻ വിലായത്തിന്റെ കൊടുമുടിയിലെത്തി. മുത്ത് ഹബീബുമായി ദിവസവും സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ചു പോയി. ഹബീബായ തങ്ങളോടൊരു സലാം പറഞ്ഞാൽ മദീനയിൽ നിന്നും സലാം അടങ്ങുന്നത് ബഹുമാനപ്പെട്ട അഹമ്മദ് റസാ ഖാൻ അവിടുത്തെ ശ്രമണ പദങ്ങളെ കൊണ്ട് ചെവി കൊണ്ട് കേട്ടുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറഞ്ഞിട്ട് ദിവസവും സലാം അടക്കുന്നത് എല്ലാ നിസ്കാരത്തിലും കേൾക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാ സയ്യിദി അഹമ്മദ് റസാ ഖാനിൽ ബറൈവി. മഹാനവറുകൾ വല്ലാത്തൊരു മഹത്വമുള്ളവരല്ലേ. അവരെ മുരീദാണ് അബു സഅദ അഹമ്മദ് കോയ ശാലിയാത്തി റഹ്മഹുല്ലാഹ്. നമ്മുടെ സംസ്ഥയുടെ ഗതകാല ആദ്യകാല പണ്ഡിതന്മാരിൽ നേതൃത്വത്തിൽപ്പെട്ട മഹാനാ അബു സഅദ അഹമ്മദ് കോയ ശാലിയാത്തി അവറുകൾ. അഹമ്മദ് റസാ ഖാൻ തങ്ങളുടെ ആരാണ്? മുരീദാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ മഹബത്തിൽ ജീവിച്ചു അവരും, നേടേണ്ടതെല്ലാം അവർ നേടിപ്പോയി. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, നിങ്ങൾക്കിതുപോലെ പള്ളിയിൽ വന്നു ഞങ്ങളെപ്പോലെ ചെയ്യാൻ കഴിയില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പലതുമുണ്ട്. മക്കളിലേക്ക് മഹബത്ത് റസൂലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത് അത് മക്കളിലേക്ക് ഇട്ടുകൊടുക്കണം. വീട്ടിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് മുത്തുനബി തങ്ങളെ മഹബത്ത് വളർത്തണം. മൗലിദ് അവിടുന്ന് ഓതണം. മങ്കൂസ് മൗലിദ് വീട്ടിൽ നിന്ന് എല്ലാവരും പാരായണം ചെയ്യണം. അതോതാത്തൊരു വീടുണ്ടാകരുത്. അറിയാത്തവരൊക്കെങ്കിലും ഒരു ഹദീസും ഒരു ബൈത്തെങ്കിലും ചെല്ലാൻ നമ്മൾ ശ്രമിക്കണം. അത് വല്ലാത്ത പവറുള്ളൊരു മൗലിദാണ് മൗലിദ്, മങ്കൂസ് മൗലിദ്. അത് ചില്ലറയല്ല. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പാപ്പ രചിച്ച മൗലിദാണ്. അത് പവറുള്ള മൗലിദാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ മാത്രം പവറുള്ള മൗലിദിൽപ്പെട്ട മൗലിദാ മങ്കൂസ് മൗലിദ്. അത് നമ്മൾ ധാരാളമായി ഓതണം, അത് പഠിക്കണം. ഞാൻ ഓർത്തു പോവുകയാണ്, ഞങ്ങളുടെ വന്യപിതാവ് റബീഉൽ അവ്വലായാൽ ഓരോ സ്ഥലത്ത് പോയി മൗലിദ് ഓതും. അങ്ങനെ ഒരു ദിവസം 10ഉം 15ഉം മങ്കൂസ് മൗലിദ് പൂർണ്ണമായും ചെല്ലുന്ന ഒരു സ്വഭാവം എൻ്റെ വാപ്പക്കുണ്ടായിരുന്നു.
സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം 10-15 തവണ മങ്കൂസ് മൗലിദ് ഓതുക. എന്നെ കൊണ്ട് ചെല്ലിച്ചിട്ടുണ്ട്. പല കൊല്ലങ്ങളിലും 1 മുതൽ 12 വരെ 10 മൗലിദോളം ഓദിച്ചിട്ടുണ്ട്. ഞാനൊരു നിങ്ങളെ മുന്നിൽ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഓതുന്ന എത്ര പേരുണ്ട്? 10-15 തവണ മങ്കൂസ് മൗലിദ് ദിവസം പാരായണം ചെയ്യുന്നു. അങ്ങനെ ആളുകളുണ്ട്. നമുക്കൊന്ന് തന്നെ പാരായണം ചെയ്യാൻ നേരം കിട്ടുന്നില്ല. 1 മുതൽ 12 വരെ നമ്മുടെ തിരക്കുകളുടെ കൂട്ടത്തിൽ ഒരു തിരക്ക് മഹബ്ബത്ത് റസൂലില്ലാ, സ്വലാത്തുൻ അലാ റസൂലില്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മഹബ്ബത്തിൻ്റെ പേരിലുള്ള പ്രവർത്തനവും അവിടത്തേക്കുള്ള സ്വലാത്തുമാകണേ എൻ്റെ മുഅ്മിനീങ്ങളെ. നമ്മളെ ഈ ഒരു പരിപാടി കൊണ്ട് നമുക്കൊരു മെച്ചമുണ്ടാകണം. ഈ റബീഉൽ അവ്വലിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത നമുക്കുണ്ടാകണം. അത് സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരണം. എന്നിട്ട് മക്കളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യിക്കണം. മറ്റുള്ളവരിലേക്ക് നിങ്ങളത് പരത്തണം. അങ്ങനെ വീടുകളിലേക്ക് നമ്മൾ എത്തിക്കണം. നമ്മളെ ഭാര്യ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ നമ്മളെ വീടുകളിലും നമ്മളെ കുടുംബങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിറഞ്ഞു നിൽക്കണം. അദ്ദിബൂ ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാ. കുട്ടികൾക്ക് നിങ്ങൾ എന്താണ് പഠിപ്പിക്കേണ്ടത്? കുട്ടികൾക്ക് നിങ്ങൾ എന്താണ് പഠിപ്പിക്കേണ്ടത്? ആദ്യമായി തന്നെ നിങ്ങൾ പഠിപ്പിക്കൂ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത്. എന്നാൽ ആ കുട്ടി നല്ലോണം വളരും. ആ കുട്ടിയോട് നിങ്ങൾ കൂടുതൽ ഉപദേശിക്കാതെ ആ കുട്ടി നല്ലോണം അനുസരിക്കുന്ന കുട്ടിയായി മാറും. ഇന്ന് നിങ്ങളെ കുട്ടികൾ ആദ്യമായി പഠിപ്പിക്കുന്നത് മൊബൈലാണ്. നിങ്ങൾ കുട്ടികളെ ആദ്യമായി പഠിപ്പിക്കുന്നത് പല മറ്റുള്ള ഭാഷകളാണ്. അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള കച്ചറകളും ഒറ്റാന്നൊക്കെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഇസ്ലാം പറയുന്നു അതല്ല പഠിപ്പിക്കേണ്ടത്. ആദ്യമായി പഠിപ്പിക്കേണ്ടത് ഉമ്മ ഉപ്പ എന്ന് വിളിപ്പിക്കാനല്ല. ആദ്യമായി പഠിപ്പിക്കേണ്ടത് അല്ലാഹ്, അതേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത്. ആ മഹബ്ബത്ത് പഠിപ്പിക്കുമ്പോൾ അള്ളാഹുലേക്ക് ആ കുട്ടി അങ്ങ് ചേരും. ആ കുട്ടിയോട് കൂടുതൽ ഉപദേശിക്കാതെ കുട്ടി അനുസരണമുള്ളവനായി മാറും. മൊബൈലിൻ്റെ അടിമയായോ നിങ്ങൾക്കനുസരിക്കുന്ന മക്കളാകൂല. ആ മക്കൾ നിങ്ങൾക്ക് ദുനിയാവിലും ഉപകരിക്കൂല, ആഖിറത്തിൽ തീരെ ഉപകരിക്കൂല. ദുനിയാവിൽ നിങ്ങൾക്ക് ദുനിയവിയായി ഉപകരിച്ചേക്കാം, ഉഖറവിയായി ആ കുട്ടി ഉപകരിക്കൂല. കാരണം എന്തേ? മൊബൈൽ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ നാശത്തിന് കാരണമാണ്. അതിലൊരുപാട് ഖൈറുകളുണ്ട്. ആ ഖൈറിൻ്റെ വിഷയത്തിൽ ഉപയോഗിക്കാൻ റുശുദുള്ള റാഷിദീങ്ങളായ ആളുകൾ കൈകാര്യം ചെയ്താലേ ആ മൊബൈൽ തെറ്റില്ലാതെ യൂസ് ചെയ്യാൻ നമുക്ക് കഴിയൂ. അതിന് റുശുദില്ലാത്ത ഒരാളെ കയ്യിൽ മൊബൈൽ കിട്ടിയാൽ അത് ശൈത്വാനിയത്തിൻ്റെ വഴിയിലേക്ക് അത് കൊണ്ടുപോകും. അല്ലാഹു തആല നമ്മളെയും നമ്മളെ സന്താന പരമ്പരകളെയും ഈ ദജ്ജാലിങ്ങളുടെ ശർറിൽ നിന്ന് അല്ലാഹുവേ ഒന്ന് കാത്തിരക്ഷിക്കണേ റഹ്മാനേ. നല്ലോണം ദുആ ചെയ്യുകയും നല്ലോണം പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയമാണ്. നമുക്ക് നമ്മളെ മക്കൾ, നിഷ്കളങ്കമായ മക്കളോട് എന്ത് സ്നേഹമാ. കാരണം കുട്ടി ഇപ്പം നമുക്കെതിരില്ല. 1 വയസ്സുള്ള കുട്ടിയോട് നമുക്ക് വല്ലാത്ത സ്നേഹമാ. കാരണം കുട്ടി ഉമ്മാക്കെതിരില്ലാത്തത് കൊണ്ട് തന്നെ, ഉമ്മ ഉമ്മ എന്ന് വിളിക്കുന്നത് കൊണ്ട് തന്നെ ആ കുട്ടിയോട് 2 വയസ്സാകുമ്പോഴും ഉമ്മ എന്നുള്ള വിളി കൂടി, ഉപ്പ എന്നുള്ള വിളി കൂടി. അപ്പം നമുക്കിഷ്ടമായി. എന്നാൽ ആ ഇഷ്ടം എൻ്റെ ആ കുട്ടിയോട് 10ാമത്തെ വയസ്സിൽ കിട്ടാത്തത്, എൻ്റെ ആ ഇഷ്ടം നമുക്ക് 15ാമത്തെ വയസ്സിൽ കിട്ടാത്തത്, എൻ്റെ ആ ഇഷ്ടം നമ്മൾ 20 വയസ്സാകുമ്പോൾ കിട്ടാത്തത് കിട്ടൂല. കാരണം ആ കുട്ടിക്ക് സ്നേഹം തിരിച്ചു കൊടുക്കേണ്ട സമയം ആ കുട്ടി നമുക്ക് സ്നേഹം തന്നു. ഉമ്മ എന്ന് വിളിച്ച് നമ്മളെ മുന്നിൽ വന്നു, ഉമ്മ എന്ന് വിളിച്ച് നമ്മളെ കെട്ടിപ്പിടിച്ചു, നമ്മളെ കുട്ടിയെയും കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് കുട്ടി നിഷ്കളങ്കമായ സ്നേഹം നമുക്ക് തന്നപ്പോൾ തിരിച്ചങ്ങോട്ട് നമ്മൾ ഹബീബായ മുത്തുനബി തങ്ങളുടെ മഹബ്ബത്താകുന്ന സ്നേഹം കൊടുത്തില്ല. മുത്ത് ഹബീബിനോടുള്ള മഹബ്ബത്തിൻ്റെ സ്നേഹം കുട്ടിക്കിടാ ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ശൈത്താന്മാർ കയറി വന്നു. ഈ വളർത്തിയ ഉമ്മാക്ക് തന്നെ, ഈ പോറ്റി വളർത്തിയ വാപ്പാക്ക് തന്നെ എതിരായി കുട്ടിയെ അള്ളാഹു വളർത്തിപ്പോയി. സ്വന്തം മക്കളെ പിടിച്ചവരെ വരഞ്ഞ വരയിൽ കിട്ടുന്നില്ല, സ്വന്തം മക്കളെ വിചാരിച്ച റൂട്ടിൽ കിട്ടുന്നില്ല. കാരണം എന്തേ? അവർ നിഷ്കളങ്കമായ സ്നേഹം തന്നപ്പോൾ തിരിച്ചങ്ങോട്ട് നീ അങ്ങോട്ട് സ്നേഹം കൊടുത്തത് നിന്റെ ദുനിയവിയായ സ്നേഹമായി പോയി.
മഹബത്ത് റസൂലില്ല കൊടുത്തില്ല, മുത്തുനബി തങ്ങളോടുള്ള മഹബത്ത് കൊടുത്തില്ല. അങ്ങനെ കൊടുത്ത മക്കളൊരാളും പിന്നീട് പേച്ചിട്ടില്ല. ഇങ്ങോട്ട് സ്നേഹം കിട്ടി, തിരിച്ചങ്ങോട്ട് മുത്തുനബി തങ്ങളെ സ്നേഹം വിതരണം ചെയ്ത ഒരു മാതാപിതാക്കളും ഖേദിക്കേണ്ടി വന്നിട്ടില്ല. ഗതകാല ചരിത്രങ്ങളിൽ മക്കൾ നന്നായതിൻ്റെ പിന്നിലുള്ള രഹസ്യം മഹബത്ത് റസൂലില്ല. അന്നതായിരുന്നു, ഇന്നതില്ല. ഇന്ന് കുട്ടി വലുതാകുമ്പോൾ തന്നെ മൊബൈൽ കൊടുക്കുന്ന, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മൊബൈൽ കൊടുത്തിട്ട്. പണ്ടങ്ങനെയല്ല. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പാടിയിട്ട് ഉറങ്ങുന്ന കുട്ടികളായിരുന്നു അന്ന്. ഇന്നിത് പാടിയിട്ട് എന്തേ ഉറങ്ങാത്തത്? കുട്ടികൾക്ക് മഹബത്ത് റസൂലില്ല, കിട്ടുന്നില്ല. പിന്നെങ്ങനെ ഹസ്ബി റബ്ബിയിൽ ഒതുങ്ങൂല. കാരണം കുട്ടി ആദ്യം തന്നെ ചെറുപ്പത്തിൽ തന്നെ കേൾക്കുന്നത് ഇവൻ്റെ കയ്യിലുള്ള മൊബൈലിൽ നിന്നുള്ള സ്റ്റാറ്റസിൻ്റെ പാട്ടുകളാ, ഇവൻ്റെ കയ്യിൽ നിന്ന് മൊബൈലിൻ്റെ മറ്റ് ഗാനങ്ങളാ. പിന്നെങ്ങനെ ഹസ്ബി റബ്ബി ഇവനിക്ക് ഫലിക്കൂല. പണ്ട് അതാ കുട്ടിയെ ഉറക്കാൻ ആ ഒരു ഊഞ്ഞാല് പോലത്തെ തൊട്ടിൽ നിന്ന് ആട്ടുന്ന സമയത്ത് തവസ്സൽനാ ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. ഇത് പാടിയിട്ട് ഉറക്കിയിരുന്നു. അത് പാടിയിട്ട് ഉറങ്ങുന്നില്ലേ? ആ കുട്ടിക്ക് വേറെ ബൈത്താണ് ചൊല്ലിക്കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി ഭാവിയിൽ അനുസരണമുള്ള കുട്ടിയാ. ഉപ്പാനെ മുന്നിന്ന് സിഗരറ്റ് വലിക്കൂല. ഉപ്പ വരുമെന്ന് തോന്നിയാൽ വായു മണത്ത് നോക്കുമോ എന്ന് പേടിച്ചിട്ട് എങ്ങനെല്ലോ അത് ഉപേക്ഷിച്ച്, എന്തെല്ലോ ഒരു പേടിയിൽ അത് ഉപേക്ഷിക്കുന്ന സ്വഭാവമാ. ഇന്ന് തിരിച്ചാ. ഇന്ന് വാപ്പാൻ്റെ അടുത്ത് സിഗരറ്റ് ഇല്ലെങ്കിൽ മോൻ്റെ കയ്യിൽ നിന്നാ വാങ്ങി വലിക്കുന്നത്. കാരണം എന്തേ? ശൈത്താനിൻ്റെ കൂട്ടാളികളാ. വാപ്പാൻ്റെ കയ്യിൽ ഇന്ന് പല സ്റ്റാറ്റസും ഉണ്ട്. അത് കുട്ടി ചോദിക്കാണ്, വാപ്പാ സിനിമേൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ഇങ്ങോട്ട് വിട്. മോൻ്റെ അടുത്ത് നിന്ന് വാപ്പയും ചോദിക്കാം, മോനൊന്ന് ഇങ്ങോട്ട് വിട്. അങ്ങോട്ട് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നു. ശൈത്താന്മാരെ പാസ് ചെയ്യുന്നു. അവർ തനി ശൈത്താനിയത്തിൻ്റെ മക്കളായി, ശൈത്താനിയത്തിൻ്റെ കുടുംബമായി മാറി. എന്നാൽ ആ മക്കൾ ഭാവിയിൽ ഇവനിക്കെതിരായി. ഇവനിക്ക് സന്തോഷം കിട്ടുന്നില്ല. ആയിക്കോട്ടെ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നല്ല സംഭാവന കൊടുക്കണമെന്ന് അറിയിക്കുന്നു. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. നമ്മളെ മക്കൾക്ക് മഹബത്ത് റസൂലില്ല വിതരണം ചെയ്യുന്നില്ലേ? അത് ഉസ്താദിൻ്റെ മക്കളായാലും ശരി, തങ്ങളുടെ മക്കളായാലും ശരി, ഇനിയല്ല മറ്റുള്ളവരുടെ മക്കളായാലും ശരി, അവരുടെ നിഷ്കളങ്ക സ്നേഹത്തിന് പകരം കൊടുക്കേണ്ടത് നമ്മുടെ മഹബത്തല്ല, മഹബത്ത് റസൂലില്ലയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾക്കതിന് തൗഫീഖ് തരണേ അല്ലാ. ഉമ്മമാരെ, ചെറിയ മക്കളുണ്ടെങ്കിൽ തിരുത്തിക്കോ. റബീഉൽ അവ്വൽ 1 ആ കുട്ടികളെയും മടിയിലിരുത്തി ചെല്ലും മങ്കൂസ് മൗലൂദ. റബീഉൽ അവ്വൽ 1 പിറക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ അറിയിക്ക്, വീടൊക്കെ ഒന്ന് അണിഞ്ഞൊരുക്ക്, എല്ലാവരുടെയും ഒന്ന് കഴുകി വൃത്തിയാക്ക്. വണ്ണാച്ചമ്പൽ ഒരു സ്ഥലത്തും നിങ്ങളെ വീട്ടിൽ കാണല്ല. അത് ദാരിദ്ര്യത്തിൻ്റെ അടയാളമായി നിങ്ങളുടെ ജീവിതം മാറിയേക്കും. വണ്ണാച്ചമ്പല നമുക്ക് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പൂത്തിയേക്കും. അതുകൊണ്ട് അതെല്ലാ സ്ഥലത്തുനിന്നും ഒഴിവാക്കണം. അത് റബീഉൽ അവ്വലാകുമ്പോൾ റബീഉൽ അവ്വലാ വരുന്നത്. കുട്ടികളെയും കൂട്ടുക, കുട്ടികളും അതിന് കൂടെ കൂടുന്നു, കുട്ടികൾക്കും ബോധം വരുന്നു റബീഉൽ അവ്വലാണ്. എല്ലാം ഒന്ന് ഒരുക്കണം, എല്ലാം ഒന്ന് വൃത്തിയാക്കണം. കുട്ടികളെല്ലാം പറയുന്ന പുസ്തകം ഒന്ന് നല്ലോണം വെക്കണം, അട്ടി ഒന്ന് റെഡിയാക്കണം, എല്ലാം ഒന്ന് വൃത്തിയാക്കണം, വണ്ണാച്ചമ്മൽ എവിടെയും കാണരുത്. അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ച് ആ കുട്ടികൾ റബീഉൽ അവ്വൽ വരുമ്പോൾ ആ കുട്ടികളെ മുന്നിലിരുത്തിക്കൊണ്ട് ചെല്ലും മുഅ്മിനേ അന്ത തത്ലു ബൈനനാ ഫിൽ കവാകിബ് കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ഏറ്റവും അഷ്റഫായ നേതാവ് അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് അർത്ഥം ചൊല്ലിക്കുന്ന ആ ഈരടികൾ ചൊല്ലിക്കൊടുക്ക്. അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ.
എനക്കെൻ്റെ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും എനിക്ക് ഉപകാരം ആത്മീയമായി കിട്ടുന്ന എൻ്റെ ആനന്ദം അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്തിലൂടെയാണ് എന്ന വലിയ അർത്ഥവ്യാപ്തിയുള്ള ആ ബൈത്ത് കുട്ടിയുടെ മുന്നിൽ നിന്ന് ചെല്ല്. എന്നാൽ ആ കുട്ടിക്കും വരട്ടെ മഹബത്ത് മുത്തുനബി തങ്ങളോട്. എന്നാൽ അതിൻ്റെ പ്രതിഫലനം നിങ്ങളോടുള്ള അദബിലും നിങ്ങളോടുള്ള അനുസരണത്തിലും നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇല്ല എഴുതി വെച്ചോളൂ, മുത്തുനബി തങ്ങളോടുള്ള മഹബത്ത് വളർത്താത്ത മക്കളും അനുസരണ വരുവാൻ സാധ്യതയില്ല. ഇനി അനുസരണ വന്നാൽ നമുക്കത് ദുന്യവിയായി മാറി ആഖിറത്തിൻ്റെ ഒരു അനുസരണം ആ കുട്ടിയിൽ കാണൂല. കാരണം ആ കുട്ടിയുടെ ഫസ്റ്റ് ഭാഗം, ആ കുട്ടിയുടെ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ കൊടുക്കേണ്ടത് കുട്ടിക്ക് കൊടുത്തില്ല. കുട്ടി നിങ്ങൾക്ക് തരേണ്ടത് തന്നു, തിരിച്ചങ്ങോട്ട് കൊടുക്കേണ്ടത് കൊടുത്തില്ല. ആ കൊടുക്കേണ്ടത് മുഹബ്ബത്ത് റസൂലില്ല. ഇത് നമ്മൾ നല്ലോണം മനസ്സിലാക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ കൂടുതൽ പറയുന്നില്ല. നമുക്ക് ദുആ ചെയ്യണം, ഇജാബത്തിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. നമ്മളങ്ങനെ 1500 ബന്ധപ്പെട്ടത് എന്തും നമ്മൾ ചെയ്യണം. അതിനൊക്കെ നമ്മൾ മനസ്സ് കാണിക്കണം. എല്ലാ വീട്ടിലും അലങ്കാരത്തിൻ്റെ ലൈറ്റ് വരണം, അലങ്കാരത്തിൻ്റെ ലൈറ്റ് വരണം. എല്ലാ വീട്ടിലും കത്തിക്കണം. ഇനി ചില വീട്ടിൽ ഇക്കാക്ക സമ്മതിക്കൂല, ഓനൊരു നിലക്കും സമ്മതിക്കുന്നില്ല. എന്നാ മോൻ്റെ റൂമിൽ കത്തിക്ക്. നമ്മളെ റൂമിൽ ഒരു അധികാരമുണ്ടോ? അധികാരമുള്ളിടത്ത് കത്തിക്കണം. അത് എവിടെയാണോ നമുക്ക് മഹബത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് അവിടെ പ്രകടിപ്പിക്കണേ. മഹബത്ത് റസൂലില്ല, അത് നിങ്ങൾ വിട്ടു നിൽക്കരുത്. ഉമ്മമാരെ സ്വലാത്ത് ചെല്ലണം, ധാരാളം സ്വലാത്ത് ചെല്ലണം. 1000 സ്വലാത്ത് പതിവാക്കുന്നവൻ പ്രകാശഭൂരിതമായി മരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1000 സ്വലാത്ത് പതിവാക്കുന്നവർ ഈമാനോടെ മരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വല്ലാത്തൊരു സംഭവമാ. നമ്മളൊക്കെ അതിൽ പതിവാകണം. സ്വലാത്ത് നമ്മൾ ചൊല്ലണം, ധാരാളമായി നമ്മളത് ചൊല്ലി വരണം. അല്ലാഹുവേ, ഇത് പറഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെയും എത്തിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നികല മേഖലകളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും മുത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തായി മാറ്റണേ അല്ലാഹ്.